തീർച്ചയായും മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് ശ്രീ വി എസ് ശിവകുമാർ നമുക്ക് ചേർന്നു. ശ്രീ വി എസ് ശിവകുമാർ, എൻ വാസു തന്നെ പ്രതിയാകുമ്പോൾ CPM എന്നൊരു രാഷ്ട്രീയ പാർട്ടി പ്രതിരോധത്തിലാകുന്നു, രാഷ്ട്രീയ നേതൃത്വങ്ങൾ പ്രതിരോധത്തിലാകുന്നു. ഈ കോൺഗ്രസ് ഇപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണല്ലോ. അതിനകത്ത് ആ പ്രതിഷേധം ഇത് കൂടുതൽ ഗൂഢാലോചനകളിൽ കൂടുതൽ രാഷ്ട്രീയ നേതൃത്വമുണ്ട്, മന്ത്രിതലത്തിൽ അത്തരം ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് ശക്തമാക്കാനും വേണ്ടിയിട്ടാണോ? അങ്ങനെ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നിപ്പോ തന്നെ രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസിന്റെ ജാഥ ഞാനിവിടെ നിൽക്കുകയാണ്. ക്ലിയർ ആയിട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ അത് ശക്തമായ സമരത്തിലേക്ക്, കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കോൺഗ്രസ് പോകും. കോൺഗ്രസ് അതുപോലെ തന്നെ UDF പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വാസുവിന്റെ അറസ്റ്റോടുകൂടി അദ്ദേഹം CPM നേതൃത്വവുമായിട്ട് വളരെയധികം അടുപ്പമുള്ള ആളാണ്. അദ്ദേഹം കമ്മീഷണറായിരുന്നു, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇത്തരത്തിൽ ആദ്യം അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് തന്നെ പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കന്മാരും ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അപ്പൊ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ ഒക്കെ അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിനെ വ്യക്തമായ രീതിയിൽ ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. ഇത് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കൊള്ള നടത്തി എന്നുള്ളതിനുപരിയായി വിശ്വാസി സമൂഹത്തെ പോലും അവർ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറയും, ഞാൻ ആരാണെന്ന് അറിയില്ല, പറയുന്ന കേട്ട് ഞങ്ങൾ കൂടുതൽ ഇല്ലെങ്കിൽ ശരിയായിട്ട് വീണ്ടും സമരത്തിലേക്ക് പോകും. കോൺഗ്രസ് UDF ആണ് ഈ കാര്യത്തിൽ വിശ്വാസി സമൂഹത്തെ അവരുടെ വികാരങ്ങൾ ഇത്രയധികം വ്രണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ വാസു ആയിരുന്നു അവിടുത്തെ ഇതിന്റെ ചുമതല മുഴുവൻ വഹിച്ചിരുന്നത്. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്ത് യുവതികളെ പ്രവേശിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ എടുത്തത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ ആ ഒരു വിശ്വാസ സമൂഹത്തെ വലിയധികം വ്രണപ്പെടുത്തിയ ഒരു സാഹചര്യത്തിന് ശേഷം ഇതും സ്വർണ്ണക്കൊള്ള നടത്തി എന്നുള്ള അയ്യപ്പന്റെ അവിടുത്തെ സ്വർണ്ണങ്ങൾ മുഴുവൻ കൊള്ള നടത്തിക്കൊണ്ട് പോയി എന്നുള്ളതിനുപരിയായി വലിയൊരു വിശ്വാസി സമൂഹത്തെ വെല്ലുവിളി. എന്തിനാണ് അയ്യപ്പന് സ്വർണം, എന്താണ് അവിടെ ഇതൊക്കെ അവിടെ വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളത് കാണിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. വലിയ ഒരു ഇത് ഇന്ത്യയിലെ മറ്റു തിരുപ്പതി പോലെയുള്ള ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതുപോലെയുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഇത്രയധികം കൊള്ളയും കാര്യങ്ങളുമൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് ഇവരെല്ലാം കൂടെ അയ്യപ്പ സംഗമം നടത്തിയ ആളുകളെ പറ്റിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയത്. ഇതെല്ലാം വിളിച്ചത് കൊണ്ടുവരണം. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ആ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഇതിനകത്ത് കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതുവരെ ഈ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. ശ്രീ വി എസ് ശിവകുമാർ, സംഘടിത കൊള്ള എന്നാണ് കോൺഗ്രസ് പറയുന്നതാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കെതിരെ മാത്രമാണോ ആരോപണം, അതോ അതിനപ്പുറത്തേക്ക് കൂടി രാഷ്ട്രീയ ഇതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണ്ണപ്പാളി അത് ചെമ്പ് പാളിയാണെന്ന് പറഞ്ഞത് അതൊക്കെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഹൈക്കോടതി നേതൃത്വത്തിൽ അന്വേഷണം ശക്തമായി നടത്തിയ കാര്യങ്ങളെ കുറിച്ച് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നോട്ടപ്പിശക് സംഭവിച്ചിട്ടുണ്ടാകും എൻ വാസുവിന്. അതാണ് അല്പം മുൻപ് ഡോക്ടർ ഗോപൻ CPM നേതാവ് പ്രതികരിച്ചത്. അതായത് പാർട്ടി പറയുന്ന അദ്ദേഹം ഈ കൊള്ളക്കകത്ത് കൂട്ടുനിന്നു എന്നല്ല, ഒരു പാളിച്ച സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നതിന് എങ്ങനെയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്? നോട്ടപ്പിശകൊന്നും അല്ലല്ലോ. ഇത് വ്യക്തമായിട്ട് അവര് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് മനസ്സിലാക്കിയിട്ടാണല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ ഉള്ളത് കൊണ്ട്, നിയന്ത്രണം ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. നോട്ടപ്പിശക് എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെ ഒരാളിന്റെ സംബന്ധിച്ചിടത്തോളം നോട്ടപ്പിശക് ഉണ്ടാകാൻ കാര്യമില്ലല്ലോ. കാരണം ഇതിനകത്ത് ഇവര് എന്തും ചെയ്യുന്ന ആളുകളാണ്. നിരപരാധികളെ കുറ്റക്കാരാക്കുകയും കുറ്റക്കാരെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന നടപടികൾ ഇവർ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. നോട്ടപ്പിശക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏതെല്ലാം പോസ്റ്റിലിരുന്ന ആളാണ്. ഒരു ഫയൽ വന്നാൽ, ഒരു പേപ്പർ വന്നാൽ അതിനെക്കുറിച്ച് അതിന്റെ എന്താണ് നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന് വ്യക്തമായ ബോധ്യമുള്ള ആളാണ് ശ്രീവാസു എന്ന് പറയുന്നത്. അദ്ദേഹം യഥാർത്ഥത്തില് ദേവസ്വം കമ്മീഷണറായി 2 ടേം ഇരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. അതിനു മുമ്പ് വിജിലൻസ് ട്രൈബ്യൂണലിന്റെ
പിന്നെ അംഗമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന ഒരാളിന് നടപടിക്രമങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരു പേപ്പർ വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയുള്ള ആളാണ്, വ്യക്തമായ ബോധമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ ഭാഗത്ത് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ കരുതിക്കൂട്ടിയുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുധീഷ് കുമാർ, അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓഫീസറോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീ വി ശിവകുമാർ, ഒറ്റ കാര്യം കൂടെ, ഈ യുവതീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാൻ കുന്തമുനയായിട്ട് നിന്ന് ആ സമയത്തെ കമ്മീഷണറും ശ്രീ എൻ വാസു ആണല്ലോ. അതിന് ഉണ്ടായ ആ ഉപകാര സ്മരണയായിട്ടാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് VHP അടക്കം ഉന്നയിക്കുന്നത്. കോൺഗ്രസ് അത് പറയുന്നുണ്ടോ? കമ്മീഷണറായിട്ട് 2 ടേം അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ ഹൈക്കോടതിയാണ് പറഞ്ഞത് ദേവസ്വം കമ്മീഷണറായിട്ട് ഇനി നീട്ടി കൊടുക്കരുതെന്ന് പറഞ്ഞ്. അപ്പൊ അവര് ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തെ അതിന്റെ മുകളിൽ വെച്ച് പ്രസിഡന്റ് വെച്ചു. അപ്പൊ അങ്ങനെയാണ് അത്തരത്തിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം വന്നത്. അത് ഒരുപക്ഷെ ഉപകാരസ്മരണയായിരിക്കും. വളരെ വളരെ ഗവൺമെന്റ് കേരളത്തിലെ വിശ്വാസി സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട്